ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നാളത്തെ മാർക്കറ്റിലെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് മാർക്കറ്റ് എങ്ങനെ ക്ലോസ് ആയി നോക്കാം. സെൻസസ് 19 പോയിന്റ്സ് ഗെയിൻ ചെയ്ത് 36,051 ക്ലോസ് ആയി. നിഫ്റ്റി 11 പോയിന്റ്സ് കൂടി 10,618 ക്ലോസ് ആയിരിക്കുകയാണ്. നിഫ്റ്റിയുടെ കീ സപ്പോർട്ട് ലെവൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് 10,521, followed by 10,424. Key resistance level 10,771 and 10,924. ബാങ്ക് നിഫ്റ്റി 0.24% കുറഞ്ഞ് 21,340 ക്ലോസ് ആയിരിക്കുകയാണ്. കീ സപ്പോർട്ട് ലെവൽ 21,069 and followed by 20,797. Key resistance level 21,774 and 22,207 ആണ്. കോൾ ഓപ്ഷൻസ് ഡേറ്റ നോക്കാം. മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 11,000 സ്ട്രൈക്ക് പ്രൈസ്, ഫോളോഡ് ബൈ 10,800 and 10,500. സിഗ്നിഫിക്കൻറ്റ് കോൾ റൈറ്റിംഗ് 11,000 ആണ് സ്ട്രൈക്ക് പ്രൈസ്. ദെൻ കോൾ അൺവൈൻഡിങ് വിറ്റ്നസ് ചെയ്തിരിക്കുന്ന 10,700 and followed by 10,600. പുട്ട് ഓപ്ഷൻസ് ഡേറ്റ നോക്കാം. മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 10,500, ഫോളോഡ് ബൈ 10,200 and 10,400. പുട്ട് റൈറ്റിംഗ് വിറ്റ്നസ് ചെയ്തിരിക്കുന്ന 10,400, ഫോളോഡ് ബൈ 10,100. പുട്ട് അൺവൈൻഡിങ് വിറ്റ്നസ് ചെയ്തിരിക്കുന്ന 10,700, ഫോളോഡ് ബൈ 10,600 സ്ട്രൈക്ക് പ്രൈസ്. ഹൈ ഡെലിവറി പെർസെൻറ്റേജ് തരുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെ നോക്കാം. ദിബീസ് ലാബ്, പെട്രോനോട്ട്, നെസ്ലെ ഇന്ത്യ, എക്സൈഡ് ഇന്ത്യ, ദെൻ ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ദെൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC, SBI ലൈഫ്, അദാനി പോർട്സ്, പിഡിലൈറ്റ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾ ഹൈ ഡെലിവറി പെർസെൻറ്റേജ് ഫോക്കസ് ചെയ്യുക. ലോങ് ബിൽഡപ്പിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഗ്ലെൻമാർക്ക്, NIT ടെക്നോളജീസ്, വിപ്രോ, കാൻഡില ഹെൽത്ത് കെയർ, ഇൻഫി, നൗക്കരി, ചോല ഫൈനാൻസ്, പേജ് ഇന്ത്യ, സിപ്ല, HCL ടെക്നോളജീസ്, TCS, അപ്പോളോ ടയർ, VEDL, ഓറോ ഫാർമ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ലോങ് അൺവൈൻഡിംഗിൽ ഫോക്കസ് ചെയ്യേണ്ടത് കാനറ ബാങ്ക്, വോൾട്ടാസ്, MGL, പെട്രോനോട്ട്, സൺ TV, സെയിൽ, M&M ഫൈനാൻസ്, ദെൻ ഐഡിയ, സെഞ്ചുറി ടെക്സ്റ്റൈൽ, ബജാജ് ഫിൻസർവ് തുടങ്ങിയ സ്റ്റോക്കുകൾ. ഷോർട്ട് ബിൽഡപ്പിൽ ഫോക്കസ് ചെയ്യേണ്ടത് L&T ഫൈനാൻസ്, MRF, ജസ്റ്റ് ഡയൽ, BHEL, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ടൊറന്റ് ഫാർമ, ലൂപ്പിൻ, മെക്ഡോവൽ, ഫെഡറൽ ബാങ്ക്, ബാൽക്രിസിന്റ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഷോർട്ട് കവറിംഗിൽ ഫോക്കസ് ചെയ്യേണ്ടത് മൈൻട്രി, നിഫ്റ്റി, ടെക് മഹീന്ദ്ര, സീമെൻസ്, ജൂബിലന്റ് ഫുഡ്, ഡോക്ടർ റെഡ്ഡി, ആക്സിസ് ബാങ്ക്, എക്സൈഡ് ഇന്ത്യ, ഹിൻഡാൽകോ, ജിൻഡാൽ സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ദെൻ ബൾക്ക് ഡീൽസിൽ ഫോക്കസ് ചെയ്യേണ്ടത് ബാലാംപുരം ഇൻഡസ്ട്രീസ്, ദെൻ ഓയിൽ കൺട്രി ട്യൂബുലാർ. ഈ രണ്ട് സ്റ്റോക്കിലാണ് ബൈസെൽ ട്രാൻസാക്ഷൻസ് നടന്നിരിക്കുന്നത്. നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയെന്ന് നോക്കാം. L&T ഫൈനാൻസ് ഹോൾഡിംഗ്സ്, L&T ടെക്നോളജി സർവീസസ്, ബജാജ് കൺസ്യൂമർ കെയർ, ഭാരത് വയർ റോബ്സ്, ദെൻ ആദിത്യ ബിർള മണി, സിയാറ്റ് തുടങ്ങിയ സ്റ്റോക്കുകൾ. ന്യൂസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്ക് ഡീറ്റെയിൽസ് നോക്കാം. ഇൻഫോസിസിന്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കാം. ക്വാർട്ടർലി പ്രോഫിറ്റ് 4,233, ലാസ്റ്റ് ഇയറിനെ കാട്ടി കുറഞ്ഞിരിക്കുകയാണ്. റവന്യൂ 23,665, ലാസ്റ്റ് ഇയറിനെ കാട്ടി ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബോർഡ് റൈസ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് 25,000 crores ആണ് ബോണ്ട് വഴി അപ്രൂവ് ചെയ്തിരിക്കുന്നത്. Then Carborundum Universal, SBI മ്യൂച്വൽ ഫണ്ട് 1,82,767 ഷെയർസ് ആണ് അക്വയർ ചെയ്തിരിക്കുന്നത് ഫോർ ഇൻക്രീസിംഗ് ദ സ്റ്റേക്ക് ഓഫ് 7.15% ആണ്. സെൻട്രം ക്യാപിറ്റൽ പ്ലഡ്ജ് റിലീസ് ചെയ്തിരിക്കുന്നു 12 lakh ഷെയർസിന്റെ. GET&D ഇന്ത്യ SB മ്യൂച്വൽ ഫണ്ട് അക്വയർ ചെയ്തിരിക്കുന്നു 60.1 lakh ഷെയർസ് ആണ്. സ്റ്റേക്ക് 7.6% ഇൻക്രീസ് ആയിരിക്കുന്നു. ഇനി നാളെ 10 സ്റ്റോക്കുകളാണ് F&Oയിൽ ബാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏതൊക്കെ നോക്കാം. കാനറ ബാങ്ക്, സെഞ്ചുറി ടെക്സ്റ്റൈൽസ്, ഇക്വിറ്റാസ് ഹോൾഡിംഗ്, എസ്കോട്ട്സ്, വോഡാഫോൺ ഐഡിയ, L&T ഫൈനാൻസ് ഹോൾഡിംഗ്, മൈൻട്രി, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, സൺ TV. ഇത്രയും സ്റ്റോക്കുകളാണ് നാളെ F&Oയിൽ ബാൻ ചെയ്തിരിക്കുന്നത്. FIDI ഡേറ്റ നോക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സോൾഡ് ഷെയർസ് ₹221.7 crores ആണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ബോട്ട് ഷെയർസ് ഓഫ് worth ₹899.37 crores.
ഇനി ഓവറോൾ മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാ? 52 വീക്ക് ഹൈ ലോ ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നിഫ്റ്റി വെനസ്ഡേയിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ ആണ് ഡെയിലി ചാർട്ടിൽ ഫോം ചെയ്തിരിക്കുന്നത്. സെൽ ഓൺ റൈസ് മാർക്കറ്റ് ആണ് എന്ന് തന്നെ പറയാം. നിഫ്റ്റിയുടെ കൺസോളിഡേറ്റിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 10,550 ആൻഡ് 10,900 ഈ ഒരു റേഞ്ച് ആണ്. സ്ട്രോങ് സപ്പോർട്ട് 10,550 ഈ ഒരു ലെവലിൽ ഉണ്ടായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് ഗെയിൻ ചെയ്തിരിക്കുകയാണ്. വാക്സിൻ ഹോപ്പ് കാരണമാണ് ഗെയിൻ ചെയ്തിരിക്കുന്നത്. ടെക്നിക്കൽ വ്യൂ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 78.6% ആണ് ഫിബൊനാച്ചി റിട്രേസ്മെന്റ് അനുസരിച്ച് ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നു. സപ്പോർട്ട് ലെവൽ 10,550 ടു 10,562. എഫ് ആൻഡ് ഒ നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് 1.31% കുറഞ്ഞ് 26.29 ലെവലാണ്. മൊമെന്റം ഇൻഡിക്കേറ്റർ, അതായത് ബുള്ളിഷ് ബയാസിലുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിപ്രോ, ഓറോബിന്ദോ ഫാർമ, എവർ റെഡി ഇൻഡസ്ട്രീസ്, ഫോർട്ടിസ് ഹെൽത്ത് കെയർ, ഹെക്സാവെയർ, ആർതി ഡ്രഗ്സ്, ദെൻ അപ്പോളോ സിന്ദൂരി തുടങ്ങിയ സ്റ്റോക്കുകളാണ്. വീക്ക്നെസ് സിഗ്നൽ അല്ലെങ്കിൽ ബിയറിഷ് സിഗ്നൽ ഉള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ നോക്കാം. ഭാരത് ഇലക്ട്രോണിക്സ്, ബജാജ് ഫൈനാൻസ്, ടാറ്റ സ്റ്റീൽ, ഉജ്ജീവൻ ഫിനാൻഷ്യൽ, ദെൻ യുണൈറ്റഡ് സ്പിരിറ്റ്സ്, എൻസിഎൽ ഇൻഡസ്ട്രീസ്, കാപ്രി ഗ്ലോബൽ ഇതൊക്കെയാണ്. ഇനി വാല്യൂ ടേംസിൽ മോസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ആസ് യൂഷ്വൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് മോസ്റ്റ് ആക്റ്റീവ് ആയത്. പിന്നെ ബജാജ് ഫൈനാൻസ്, വിപ്രോ, ആക്സിസ് ബാങ്ക്, TCS, ഭാരതി എയർടെൽ, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, HDFC, SBI ഇവയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയത്. വോളിയം ടൈംസിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയ സ്റ്റോക്ക് വോഡാഫോൺ ഐഡിയ ആണ്. 47.55 crore ഷെയർസ് ആണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. വിപ്രോ നെക്സ്റ്റ് വരുന്നു. റിലയൻസ് പവർ, BHEL, SBI, സുസ്ലോൺ എനർജി, ടാറ്റ മോട്ടോഴ്സ്, ഫെഡറൽ ബാങ്ക്, ആക്സിസ് ബാങ്ക് ആണ് മോസ്റ്റ് ട്രേഡഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ. ബൈയിങ് ഇൻട്രസ്റ്റ് കാണിച്ച സ്റ്റോക്കുകൾ നോക്കാം. സുവീൻ ഫാർമ, ഇൻഫോസിസ്, എംഫസിസ്, HCL ടെക്നോളജീസ്, പെർസിസ്റ്റന്റ് സിസ്റ്റം ആണ്. ഇവയൊക്കെയാണ് 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ബുള്ളിഷ് സെന്റിമെന്റ് ഉള്ള സ്റ്റോക്കുകൾ. സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ 52 വീക്ക് ലോ ഉള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ നോക്കാം. ആർത്തി സർഫക്കൻ, BC പവർ കൺട്രോൾ, മിറ്റാൽ ലൈഫ് സ്റ്റൈൽ, ഒമാക്സ് ഈ തുടങ്ങിയ സ്റ്റോക്കുകളാണ് സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ ഉണ്ടായത്. അപ്പൊ അത് ഈ ഒരു BSE 500 187 സ്റ്റോക്ക് ആണ് ഗ്രീനിലുള്ളത്. 309 സ്റ്റോക്കുകളും റെഡിലാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് നാളത്തെ പ്രധാനമായിട്ടും മാർക്കറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളുടെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നതായിരിക്കും. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെന്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.